തല മുതൽ അവസാനം വരെ ഓതാൻ കിട്ടണം ഈ ഹാഫിദീങ്ങൾക്ക്. അങ്ങനെ ഹിഫുദ് കോഴ്സ് പൂർത്തിയാക്കിയവരെക്കാൾ ഹിഫുദ് ഉള്ള ആളുകൾ കുറവാണ്. കോഴ്സ് പൂർത്തിയാക്കിയവർ ധാരാളമുണ്ട്. ആ പൂർത്തിയാക്കിയവര് മിക്കവാറും നമ്മളെ കോളേജിലൊക്കെ തഹസീല് കഴിഞ്ഞ് കണ്ട് ഫത്വ കൊടുക്കാനും ദർസ് നടത്താനൊക്കെ പ്രാപ്തരാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആൾക്കാരുമായി തന്നെയാണ് കോഴ്സ് പൂർത്തിയാക്കിയവരാണ്. അതിന്റെ കോഴ്സ് പൂർത്തിയാക്കിയത് അത്യാവശ്യം ചിലപ്പോൾ ഹിഫുദായ ആളുകൾ തന്നെ നല്ലോണം പഠിക്കുന്ന, നല്ലോണം കിതാബും മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടായി വരുന്നുണ്ട്. അള്ളാഹു തആല അനിതര സാധാരണമായ മഹത്തായ അനുഗ്രഹം നൽകിയിട്ടുള്ള ആളുകൾക്ക്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ വളരെ ഉഷാറാവും, നല്ല തിളക്കമുണ്ടാവും. അള്ളാഹു ആ വിധം നമ്മുടെ കൂട്ടത്തിലുള്ള ഹാഫിദീങ്ങൾക്ക് അള്ളാഹു തആല ഇൽമു നൽകുമാറാവട്ടെ. അതുപോലെ ആലിമ്യങ്ങൾക്ക് അള്ളാഹു തആല പരമാവധി ഖുർആനിന്റെ ഹിഫ്ളും നൽകുമാറാവട്ടെ. അത്യാവശ്യം പഠിക്കണം. അപ്പൊ തിലാവത്തുൽ ഖുർആൻ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഥമ ദൗത്യം തന്നെ, ഖുർആനുമായി ബന്ധപ്പെട്ട പ്രഥമ ദൗത്യം തന്നെ. അത് ഓതിക്കൊടുക്കലാണല്ലോ ആദ്യമായിട്ട് ചെയ്തതും. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പം മാ അനബി ഖാരിൻ എന്ന് പറഞ്ഞിട്ട് പാരായണം ചെയ്തിട്ടാണല്ലോ ജിബ്രീൽ. അത് അല്ലാഹു തആല പ്രത്യേകം പറയുന്നുമുണ്ട്. ഈ പാരായണത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രത്യേകം അനുകരിക്കാനും അത് അതേപടി ഓതി ശീലിക്കാനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധൃതി കാണിച്ച് ചുണ്ടുമ്പൽ പ്രത്യേകം ആംഗ്യം കാണിച്ച് പ്രയാസപ്പെട്ടപ്പോൾ ലാ തഅജൽ എന്നുള്ള വിലക്ക് വന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത് ഇന്ന അലൈനാ ജംഅഹു വഖുർആന, തങ്ങൾ ചൊല്ലിപ്പഠിച്ച് വിഷമിക്കേണ്ട, തങ്ങളുടെ ഹൃദയത്തിൽ അതിനെ പൂർണ്ണമായി സുരക്ഷിതമായി ഹിഫ്ള് ചെയ്യിക്കുന്ന കാര്യവും അത് പാരായണം ചെയ്യുന്ന കാര്യവും നാം ഏറ്റെടുത്തിരിക്കുന്നു. അത് പാരായണം ചെയ്ത് കഴിയുമ്പോഴേക്ക് തങ്ങൾക്കത് ഹൃദയത്തിൽ ഉറച്ചിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അനുസരിച്ചാണ് വഹി ഇറങ്ങുന്നത്. അപ്പോൾ വഹിയില് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ എന്ന നിൽക്കുക, അതാണ് ഖുർആൻ എന്നതിന് പറയുന്നത്. അങ്ങനെ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം എന്ന ആ പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ തന്നെ, സാർത്ഥകമാക്കുന്ന തരത്തിൽ തന്നെ ശരിക്കും ഖുർആനിന്റെ ഖിറാഅത്ത് എന്നത് ഒരു ശീലമായി, ഒരു അഭ്യാസമായി തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. സ്വഹാബത്തിന്റെ കൂട്ടത്തില് ഖുർആൻ മനഃപ്പാഠമാക്കിയവർ വളരെ കുറവാണ്. കാരണം മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞാല് അറബികൾക്ക് സാക്ഷരരല്ലാത്തതുകൊണ്ട് നിരക്ഷരരായതുകൊണ്ട് ഓർമ്മശക്തി കുറെ കൂടുതലുണ്ട്. അക്ഷരത്തിന്റെ നേരം, അക്ഷരം പഠിക്കുന്ന നേരം ഒന്നും വേണ്ടല്ലോ. അതുകൊണ്ട് കുറച്ചും കൂടി ഓർമ്മശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുണ്ട്. കേട്ടാൽ അപ്പോൾ അവരുടെ ഓർമ്മയിൽ നിൽക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ ഉണ്ടായാലും വളരെ വലിയ ഒരു ഗ്രന്ഥം, നമ്മളെ ഇപ്പോഴത്തെ കണക്കിന് ഒരു 100 പേജ് വരുന്ന 30 ജുസുകളിൽ 114 സൂറത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു മഹാഗ്രന്ഥം അതപ്പടി മനഃപ്പാഠമാക്കുന്നവർ എന്നവര് വളരെ കുറവായിരുന്നു. 4 ഖലീഫമാർ തന്നെ മുഴുവനായും ഖുർആൻ മനഃപ്പാഠമാക്കിയവരായിരുന്നില്ല, ഹിഫ്ള് ചെയ്തവരായിരുന്നില്ല. എന്ന് വെച്ചാൽ അവർ പഠിക്കുകയായിരുന്നു. ഖുർആൻ പഠിക്കുമ്പോൾ അവർ പഠിച്ചിരുന്നത് പാരായണം പഠിക്കും, അതിൻ്റെ കൂടെ അതിൻ്റെ നിയമങ്ങൾ പഠിക്കും, അതിലുള്ള ഉദ്ബോധനങ്ങളും വിശ്വാസങ്ങളും ഖിസ്സകളും എന്തൊക്കെയാണോ ഖുർആനിലെ പ്രമേയങ്ങളിൽ അതൊക്കെ പഠിക്കും. അത് പഠിച്ചു തീരുമ്പോഴേക്ക് ധാരാളം വർഷങ്ങൾ പിടിക്കും. അൽ ബഖറ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ പഠിക്കുന്നത് 12 കൊല്ലം വന്നു എന്നല്ല പറയുന്നത്, 12 കൊല്ലം മകൻ ഇബ്നു ഉമർ പറയുന്നത്. അവര് ഖുർആൻ പഠിച്ചപ്പോ 8 കൊല്ലം വന്നു എന്നാ പറഞ്ഞു. ഇപ്പൊ 8 കൊല്ലം വന്നു എനിക്ക് ഖുർആൻ പഠിക്കാൻ എന്ന് ഇബ്നു ഉമർ പറഞ്ഞ മൂപ്പരെന്നെ പറയാണ്. ബാപ്പ ഖുർആൻ പഠിച്ചത് അൽ ബഖറ എന്ന് പറഞ്ഞ സൂറത്ത് മാത്രം. നമുക്കറിയാവുന്ന പോലെ 2-2.5 ജുസുകളിൽ ഇപ്പൊ ഏതാണ്ടുള്ളത്. ഈ അൽ ബഖറ എന്ന സൂറത്ത് 12 വർഷമെടുത്തു മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പഠിക്കാൻ. അപ്പൊ അത് പഠിക്കുന്നത് അൽ ബഖറ സൂറത്തിലെ അത് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സന്തോഷം കൊണ്ട് ശുക്രനായി ബഹുമാനപ്പെട്ടവർ ഒട്ടകത്തെ അറുത്തിട്ട് അതിന്റെ മാംസം വിതരണം ചെയ്ത് സദ്യ നടത്തി എന്നും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതായിരുന്നു അവരുടെ പഠനം. ആ നിലക്ക് പഠിച്ചിട്ട് ഖുർആന്റെ ആദ്യം മുതൽ അവസാനം വരെ അങ്ങ് മനഃപ്പാഠമാകുന്നില്ലെങ്കിൽ ആക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ള ഒരു ശ്രമം സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ നബിയുടെ കാലത്ത് ദുഷ്കരമാണ്. ശേഷം അവർ മറ്റുള്ളവർക്ക് പഠിപ്പിക്കേണ്ടത് കൊണ്ടും പഠിച്ചത് തന്നെ വീണ്ടും വീണ്ടും അവർ ശ്രദ്ധിക്കേണ്ടതുള്ളത് കൊണ്ടും ആഴത്തിൽ വീണ്ടും വീണ്ടും പഠിക്കേണ്ടതുള്ളത് കൊണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ മനഃപ്പാഠമാക്കി പഠിക്കുക എന്ന ഒരു രീതിയില്ല. മനഃപ്പാഠമാക്കുന്നവരൊക്കെ മനഃപ്പാഠമാകുക എന്ന് പറഞ്ഞാൽ കേട്ടാകുക. ഇമാമുന ശാഫിഈ തങ്ങൾ
7 വയസ്സായപ്പോഴേക്ക് ഖുർആൻ മുഴുവൻ പാഠമായപ്പോഴേക്ക് ഉസ്താദിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ ഖുർആന്റെ പാരായണം കേട്ടു എന്നാണ്. 7 വയസ്സായപ്പോഴേക്കാ കേട്ടത്. അത് ആദ്യം മുതൽ അവസാനം വരെ ഓതി കേൾക്കുന്നത് 7 വയസ്സായപ്പോൾ. അങ്ങനെ തന്നെയല്ലേ നമ്മളെ കുട്ടികളും കേൾക്കുള്ളൂ. 5 വയസ്സ് കഴിഞ്ഞാൽ മദ്രസയിലാക്കും, 6-7 വയസ്സ് കഴിഞ്ഞാൽ മുസാഹിബ് ഓതുമല്ലോ. മൊല്ലാക്കാനെടുത്ത് പഠിക്കണ കാലത്തും വേണം ഒരു 5 കൊല്ലം 6 കൊല്ലമൊക്കെ. അപ്പൊ ആ 5-6 കൊല്ലം കൊണ്ട് കേൾക്കുന്നത് ബഹുമാനപ്പെട്ടവർ നേരത്തെ കേട്ട് അറബിയാണ്. ആ നിലയ്ക്ക് അറബിയായിട്ടുള്ള കാര്യങ്ങൾ ഓതി കൊടുക്കുമ്പോൾ അറബിയായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ ഒരു ഉസ്താദിൽ നിന്ന് കേട്ട് പഠിച്ചപ്പോഴേക്കാണ് പടിയാണ്. എന്താണോ കേട്ടത്, എന്താണോ കണ്ടത്, അത് പഠിയുക എന്ന് പറഞ്ഞതാണ് ബഹുമാനപ്പെട്ടവരുടെ നില. അത് പഠിഞ്ഞാൽ പിന്നെ അത് മറക്കുക എന്നതുമില്ല എന്ന് ബഹുമാനപ്പെട്ടവർ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഖുർആൻ ഹിഫ്ള് ആകലാണ് കേട്ടാവുക. അല്ലെങ്കിൽ ശ്രമകരമായി ഓരോരുത്തർ സ്വന്തമായി പഠിക്കുകയാണ്. അങ്ങനെ അവർ ഹിഫ്ളാക്കുകയാണ്. നമ്മൾ ചിലരൊക്കെ ഹിഫ്ള് ചെയ്യണമാതിരി തന്നെ നമ്മളിപ്പോൾ ഒരു സൂറത്ത് പഠിക്കണം എന്ന് വെച്ചാൽ ഹിഫ്ള് ഞങ്ങൾ സ്വന്തമായിട്ട് അങ്ങനെ ഓതിയിരുന്ന് പഠിക്കുകയുള്ളൂ. ഹിഫ്ള് പഠിപ്പിക്കലായിട്ടൊരു പരിപാടി ഇല്ലല്ലോ. അപ്പൊ ആ രീതിയിലാണ് പണ്ട് കാലത്തൊക്കെ ഹിഫ്ള്. പിന്നീടാണ് ഹിഫ്ള് മാത്രം പഠിപ്പിക്കുക, ഹിഫ്ളിന് വേണ്ടി മാത്രം ശീലിപ്പിക്കുക, അതിന് പ്രത്യേകം കോഴ്സ് നടത്തുക എന്ന ഒരു രീതി കടന്നു വരുന്നത്. അത് അറേബ്യൻ നാടിൽ ചിലയിടത്ത് കടന്നു വരുന്നു. നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യ രാജ്യത്ത് ഉത്തരേന്ത്യൻ ഭാഗത്താണ് ഇതിന്റെ വരവ്. ഉത്തരേന്ത്യയിൽ അവർ ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ ഓതാൻ പഠിച്ചാൽ മതി. ബാക്കി നിയമങ്ങളോ ഖുർആനിന്റെ അകത്തുള്ള ഉലൂമുകളോ അതൊക്കെ പഠിക്കുന്നത് വളരെ കുറഞ്ഞ ആളുകൾ, പ്രത്യേകം തൗഫീഖ് കിട്ടിയിട്ടുള്ള മൗലാനമാര്, വലിയ വലിയ ആൾക്കാരെന്നെ പഠിക്കുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിയിട്ട് പഠിച്ചാൽ മതി. അത് ഓതാൻ കിട്ടിയാൽ ഇമാമത്തിന് നല്ല ഉഷാറുമാണ്, ജോലിക്ക് വലിയ സാധ്യതയാണ്. ഇപ്പൊ നമ്മൾ കണ്ടില്ല ബംഗാളികളെല്ലാം പോയി വരുന്നവരൊക്കെ ബംഗാളികൾ അത് അതിനായിട്ടാണ് പോയി പഠിച്ചവർക്ക്. ഓർക്ക് ഖുർആന്റെ ആശയവും തിരിയില്ല, അർത്ഥവും തിരിയില്ല, ഒന്നും തിരിയില്ല. ആ പഠിച്ചത് അങ്ങനെ ആവും. നിസ്കരിക്കാൻ പോലെ ഇമാമൃത്തും പെട്ടെന്ന് വല്ലതും സംഭവിച്ചാൽ എന്തൊക്കെയാ ചെയ്യേണ്ടിയെന്ന് ഓർക്കൊരു മസാലൊന്നും കിട്ടൂല. അങ്ങനത്തെ മസാലൊന്നും അവർ പഠിക്കണില്ല. ഏത് മദ്ഹബ് അനുസരിച്ചാൽ തങ്ങൾ നിസ്കരിക്കുന്നത് തന്നെ ഒരു ബോധം അവർക്ക് ഉണ്ടാവില്ല. ഉണ്ടെങ്കിലെല്ലാം മദ്ഹബ് പഠിക്കുക. അപ്പൊ ആ രീതിയിൽ നിസ്കരിക്കാനും പഠിക്കണ്ട, നിസ്കാരത്തിന്റെ മസാല അറിയണ്ട, ഓതിയാൽ മതി. ആ ഓത്തിന്റെ ഈണോ നന്നായാൽ മതി എന്നുള്ള നിലയിലാണ് ഈ ഹിഫ്ളിന്റെ സ്ഥാപനങ്ങൾ വന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഹിഫ്ളിന്റെ അഭ്യാസനത്തിന് വേണ്ടി കുട്ടികൾ വിടുമ്പോൾ കുറേ വർഷങ്ങൾ അങ്ങനെ വിട്ടാലും ഫർള് ഐനായി ഓരോരുത്തരും പഠിക്കേണ്ട നിസ്കാരത്തിന്റെ കാര്യങ്ങൾ, ശുദ്ധീകരണത്തിന്റെ കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഇബാദത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം അവർക്കില്ലാതെ വരികയാണ്. അത് നഷ്ടപ്പെടുകയാണ്. ഖുർആൻ ഹിഫ്ള് ചെയ്യൽ എന്ന് പറയുന്ന മൊത്തമായത് തന്നെ ഖുർആനെ നിലനിർത്താൻ ആവശ്യമാകുന്ന രീതിയിൽ ഫർള് കിഫായയാണ് സമൂഹത്തിന്റെ മേലിൽ മൊത്തമായ ബാധ്യത. എന്ന് വെച്ചാൽ ഫത്വ കൊടുക്കാനൊക്കെ വേണ്ട ആലിമീങ്ങൾ, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് വിധി കൽപ്പിക്കാൻ വേണ്ട ഖാദിമാരെ പോലത്തെ ആലിമീങ്ങൾ ഉണ്ടാകൽ ഫർള് കിഫായാണ്. ഈ ഫർള് കിഫായ വിടാൻ എത്ര ആളുണ്ടാവും നമ്മുടെ സമൂഹത്തിന്? അപ്പൊ ആ രീതിയിലുള്ള ഒരു ഫർള് കിഫായയാണ് ഖുർആൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഹിഫ്ള്. ആ പറയുന്ന ഫർള് കിഫായക്ക് വേണ്ടി വേണ്ടത് മാത്രം പഠനത്തിന് വഴി തിരഞ്ഞെടുത്തുകൊണ്ട് ഫർള് ഐനായി ഓരോ വ്യക്തിയും പഠിക്കേണ്ട മസ്അലകളും ഫിഖ്ഹുകളും അഖീദകളും അതുപോലത്തെ അടിസ്ഥാനപരമായി ഖൽബിന്റെ കേട് തീർക്കാൻ വേണ്ട വിദ്യകളും ഒക്കെ പഠിക്കാത്ത ഒരവസ്ഥ വരുമ്പോൾ അതിന് വിനിയോഗിക്കുന്നതിലേറെ, ഹിഫ്ളിന് മാത്രമായി പഠിക്കാൻ വിനിയോഗിക്കുന്നതിലേറെ ഇൽമു പഠിക്കാൻ വേണ്ടി കുട്ടികളെ വിടുകയാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അത് ഞാനും ഒക്കെ പറയാറുണ്ട്. ആ കൂട്ടത്തിലുള്ള മൂല്യന്മാരൊക്കെ പറയാറുണ്ട്. ഒരുപാട് മൂല്യന്മാർ പറയുന്നുണ്ട്. അതിന്റെ വിന മനസ്സിലാക്കുന്നതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ അതടുത്ത് വന്നിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടില് ചിലരെന്താ വിചാരിക്കണെന്ന് വെച്ചാൽ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ ഒരു വലിയ ആലിമായി എന്നാ വിചാരിക്കണം. വാസ്തവത്തിൽ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞാൽ ആ മനഃപ്പാഠമാക്കിയ ആൾക്കാർക്ക് ഓതേണ്ടത് പോലും തെറ്റുന്നുണ്ട്, ആയത്ത് പോലും തെറ്റുന്നുണ്ട്. ഹാഫിളീങ്ങൾ എന്നുള്ള പേരിൽ പ്രസംഗിക്കണ പോലെ വയൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. എന്നിട്ട് ഓരാണ് വലിയ ആലിമീങ്ങൾ എന്നുള്ള നിലക്ക് വന്നാൽ ഇൽമ് അതല്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇൽമ് ഖുർആന്റെ പദങ്ങൾ ഹിഫ്ള് ചെയ്ത് മനഃപ്പാഠമാക്കലല്ല. ഇൽമ് എന്ന് പറയുന്നത് ഖുർആനിന്റെ അകത്തുള്ള ഉലൂമുകളാണ്. അത് തരംതിരിച്ച് ഒരുപാട് ഇൽമുകളുണ്ട്. അതിൽ നമുക്ക് അത്യാവശ്യമായ ദീനിയായ ഇൽമുകളാണ് ഫിഖ്ഹ്, അഖീദ, തസവുഫ് എന്നൊക്കെ പറയുന്ന ഇൽമുകൾ. അതിന്റെ പുറമെ ഇനിയും അതൊക്കെ വികസിച്ച് പഠിച്ച് അറബി ഗ്രന്ഥങ്ങൾ പഠിക്കണമെങ്കിൽ അനിവാര്യമായും പഠിക്കേണ്ട അതിന്റെ സുറുഫ്, നഹ്വ്,
ബലാഗത്തിന്റെ ഫന്നുകള്, ഇതെല്ലാം വിഷയങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. അക്കീദൊക്കെ നല്ലോണം ഉറപ്പിക്കണമെങ്കിൽ ഇൽമുൽ മന്തിഖ് തുടങ്ങിയിട്ടുള്ള അത്തരം ഇൽമുകളൊക്കെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ പഠിക്കാൻ ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷങ്ങൾ വേണം, ഒരുപാട് അധ്വാനങ്ങൾ വേണ്ട. നിരന്തരമായി വീണ്ടും 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 പഠിച്ചുകൊണ്ടിരിക്കണം. മരിക്കുന്നത് വരെ പഠിക്കാനുണ്ട്. അപ്പൊ അതിനൊക്കെ വിനിയോഗിക്കുന്നതിലേറെ കുട്ടികളെ മുഴുവൻ ഇങ്ങനെ ഹിഫ്ദ് ചെയ്യുന്നവരാക്കി മാറ്റിയാൽ അതൊരു കോഴ്സായി മാറുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഇപ്പൊ നമ്മൾ ഈ ഹാഫിദ് നിറഞ്ഞുകാണ്ട് പുറത്തു ഇറങ്ങുന്ന കുട്ടികളൊക്കെ നമ്മളൊരു മുസാഹിബ് എടുത്തുവെച്ചുകൊണ്ട് ഓതുന്നത് കേട്ടാല് നമുക്ക് തിരിയാ ആ ഹിഫ്ദ് മിക്കവാറും ഹിഫ്ദ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഓലെ ഇമാമ് നിർത്തിയാൽ ആ ഇമാമിന്റെ പിന്നിൽ നിന്ന് മഹ്മൂമികളായി നിസ്കരിക്കുമ്പോൾ നമുക്കറിയാം ഓലെ ഹിഫ്ദ് അങ്ങനെ ഉണ്ടാവും. നമ്മളിപ്പോ ഹിഫ്ദാക്കുണ്ടാവുള്ള എല്ലാവരും യാസീന് ഇൻകാന്തി ഇല്ല സുഹത്തും വാഹിദത്തും എത്ര വട്ടം നമുക്ക് കിട്ടും. ഇതാണ് ഖുർആന്റെ ശൈലി. ഖുർആൻ ഒരേ പോലത്തെ ആയത്തുകൾ പല തരത്തിലുണ്ട്. ഇത് തരാതെ തല മുതൽ അവസാനം വരെ ഓതാൻ കിട്ടണം ഈ ഹാഫിദീങ്ങൾക്ക്. അങ്ങനെ ഹിഫ്ദ് കോഴ്സ് പൂർത്തിയാക്കിയവരെക്കാൾ ഹിഫ്ദ് ഉള്ള ആളുകൾ കുറവാണ്. കോഴ്സ് പൂർത്തിയാക്കിയവർ ധാരാളമുണ്ട്. ആ പൂർത്തിയാക്കിയവര് മിക്കവാറും നമ്മളെ കോളേജിലൊക്കെ തഹസീൽ കഴിഞ്ഞ് കണ്ട് ഫത്വ കൊടുക്കാനും ദർസ് നടത്താനൊക്കെ പ്രാപ്തരാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആൾക്കാരുമായി തന്നെയാണ് കോഴ്സ് പൂർത്തിയാക്കിയവരാണ്. അതിന്റെ കോഴ്സ് പൂർത്തിയാക്കിയത്. അപ്പോൾ സ്കൂളിലെ കോഴ്സ് പൂർത്തിയാക്കുക, സ്കൂളിലെ മദ്രസിലെ കോഴ്സ് പൂർത്തിയാക്കുക, അതേപോലെ ദർസിലെ അറബിക് കോളേജിലും കോഴ്സ് പൂർത്തിയാക്കുക, അതുപോലെ ഹിഫ്ദിന്റെ കോഴ്സ് പൂർത്തിയാക്കുക. ഇതാണ് ഇപ്പൊ ഹിഫ്ദ് നടക്കുന്നത്. അപ്പൊ അതിന് കുറെ വർഷങ്ങൾ പോയാല് അത്രയും വലിയ പാഠം നമ്മളെ മനസ്സിലുണ്ടായാല് പിന്നെ ബാക്കി നിയമങ്ങൾ പഠിക്കേണ്ടതൊന്നും മനസ്സിക്ക് കടക്കൂലല്ലോ. അതിന്റെ പുറമെ ഈ പഠിക്കുന്നത് അള്ളാന്റെ കലാമാണ്. അള്ളാന്റെ കലാമ് എന്ന് പറഞ്ഞ മഹത്തായ അള്ളാഹുവിന്റെ വലിയ ഏജാസുള്ള വചനം ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നാൽ പിന്നെ വേണ്ടാത്തതൊന്നും കിടക്കൂല. അപ്പൊ സ്കൂളിലെ പഠനം വന്ന് കുറേയൊക്കെ അവതാളത്തിലാവും. സ്കൂളിലെ പഠനം വേണ്ടാത്ത ഒരുപാടുണ്ടാവുമല്ലോ, പല വേണ്ടാത്ത ശാസ്ത്രങ്ങൾ ഉണ്ടാവും. വേണ്ടാത്തന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശറയിന് വേണ്ടാത്ത അങ്ങനത്തെ കുറേ ശാസ്ത്രങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ശാസ്ത്രങ്ങൾ കടക്കാൻ ബുദ്ധിമുട്ട് വരും. നമ്മളെ ഇൽമിലും കുറെ ഉണ്ടാവും, ആ ഇൽമുകൾ കടക്കാൻ ബുദ്ധിമുട്ട് വരും. ആ രീതിയിൽ ഹാഫിദീങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇൽമും ആ ഇൽമിനനുസരിച്ചുള്ള ശക്തികളും കഴിവുകളും സിദ്ധികളും ഒക്കെ വളരെ കുറഞ്ഞു വരുന്നതാണ് അനുഭവം. ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ പ്രത്യേകം പറയുന്നൊരു വാക്കാണ്, അള്ളാഹു താലാന്റെ അദിലിനും നീതിയുടെയും ഭാഗമാണ് ഖുർആൻ ഹിഫ്ദ് ചെയ്ത ഹാഫിദീങ്ങൾക്ക് ബുദ്ധി കമ്മിയേക്കാരം. ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞാണ് ഹാഫിദീങ്ങൾക്ക് ബുദ്ധി കമ്മി, അത് അള്ളാന്റെ ആയത്തിലാണ്. കാരണം ഹിഫ്ദ് മഹത്തായ നീതിയിൽ കൊടുത്തല്ലോ, അപ്പോൾ ചിന്തിക്കാനും ആലോചിക്കാനും പഠിക്കാനും ഉള്ള ശേഷി കമ്മിയേക്കാരം എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് എന്നുള്ള നിലക്കാണ് എല്ലാവരും കൂടി ഇതിന് വിടുന്നത് തുടങ്ങുമ്പോൾ അത് ശരിയല്ല എന്നുള്ള നിലക്ക് ആലിമ്യങ്ങൾ പറയുന്നത്. അല്ലാതെ ഹിഫ്ദ് പഠിക്കുന്നതിന് ഒന്നായിട്ട് നിരുത്സാഹപ്പെടുത്തലോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് പറയലോ ആലിമ്യങ്ങളുടെ ഭാഗത്തിനൊന്നും ഉണ്ടാകാറില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി തന്നെ ഉണ്ടാവാറുള്ളത്. അത്യാവശ്യം ചിലപ്പോൾ ഹിഫ്ദ് ആയ ആളുകൾ തന്നെ നല്ലോണം പഠിക്കുന്ന, നല്ലോണം കിതാബും മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടായി വരുന്നുണ്ട്. അള്ളാഹു തആല അനിതര സാധാരണമായ മഹത്തായ അനുഗ്രഹം നൽകിയിട്ടുള്ള ആളുകൾക്ക്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ വളരെ ഉഷാറാവും, നല്ല തിളക്കമുണ്ടാവും. അള്ളാഹു ആ വിധം നമ്മുടെ കൂട്ടത്തിലുള്ള ഹാഫിദീങ്ങൾക്ക് അള്ളാഹു തആല ഇൽമു നൽകുമാറാവട്ടെ. അതുപോലെ ആലിമ്യങ്ങൾക്ക് അള്ളാഹു തആല പരമാവധി ഖുർആനിന്റെ ഹിഫ്ദും നൽകുമാറാവട്ടെ. അത്യാവശ്യം പഠിക്കുക. പിന്നെ നല്ല മൂല്യന്മാരായിരുന്നവര് പോലെ അവസാന കാലത്ത് വരുമ്പോൾ ദർസിന്റെയും കാര്യങ്ങളൊക്കെ വല്ലാന്ന് മുടങ്ങുമ്പോൾ അവരുടെ നിസ്കാരത്തിനും കാര്യത്തിനും വേണ്ടിയിട്ടൊക്കെ ഹിഫ്ദ് ചെയ്യുന്ന വഴക്കമുണ്ട്. പല മൂല്യന്മാർക്കും അങ്ങനെ വഴക്കുണ്ട്. അങ്ങനെ 5 ജുസ് പഠിച്ചു, 10 ജുസ് പഠിച്ചു എന്നൊക്കെ പറയുന്ന ആലിമ്യങ്ങളുണ്ട്. അതൊക്കെ ആലിമ്യങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവരൊന്നും ഞാൻ ഹാഫിദാണ് എന്നോ മറ്റോ ഒന്നും പറയാറില്ല. ഹിഫ്ദ് എന്ന് പറയുന്നത്, ഹാഫിദ് എന്ന് പണ്ട് പറയൽ വാസ്തവത്തിൽ ഹദീസ് 1,00,000 ഹദീസ് അതിന്റെ സനദും മത്തുനും ഒക്കെ അടക്കം അറിയുന്ന പണ്ഡിതന്മാർക്കാണ്. ഹദീസിനുള്ള സ്ഥാനപ്പേരാണ് ഹാഫിദ്. ഖുർആൻ ഹിഫ്ദ് ചെയ്യുന്ന ആൾക്ക് അങ്ങനെ പറയാറില്ല ഹാഫിദ് എന്ന്. അതുപോലെ അതൊരു കോഴ്സായിട്ടോ അതൊരു അഭ്യാസമായിട്ടോ അതൊരു ബിരുദമായിട്ടോ പണ്ട് ഇല്ലായിരുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഖിറാഅത്ത് പഠിക്കും, ഖാരിഅ്, മുഖരിഅ് എന്നൊക്കെ പറയും എന്നതിലുപരി ഖുർആൻ മനഃപ്പാടമാക്കിയ ആൾ എന്ന് പറയാൻ ഒരു ശബ്ദം അറബിൽ സാധാരണ ഇസ്തിലാഹിൽ ഇല്ല. ഹദീസിൽ ഹാഫിദീങ്ങളുണ്ട്, ഹുജ്ജത്തുണ്ട്, ഇങ്ങനെയുള്ളൂ. അപ്പൊ ആ നിലക്ക് ചിന്തിക്കുമ്പോൾ പുതുതായി വന്നതാണ് ഹിഫ്ദിന് വേണ്ടിയുള്ള കോഴ്സും അഭ്യാസവും. അത് നാശഫലങ്ങൾ ഇൽമിന് കുറവ് വരുത്തുമ്പോൾ
അതിന്റെ പേരിൽ ആലിമീങ്ങൾ ശബ്ദിച്ചിട്ടുണ്ട് എന്നല്ലാതെ നബിയുടെ ദൗത്യമായി ഉള്ള തിലാവത്തിന് ഒരു മുടക്കവും ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. അതങ്ങനെ തന്നെയാണ് നടക്കുന്നത്. നമ്മളാരും അലിഫ്ലാം മീം എന്നത് അലിഫ്ലാം മീം എന്നല്ലാതെ ഓതാറില്ലല്ലോ. കാഫ് ഹാ യാ ഐൻ സ്വാദ് ഇത് നബിയിൽ നിന്ന് കിട്ടിയതാണ്. അതില്ലായിരുന്നെങ്കിൽ അത് വായിക്കണ്ട. അങ്ങനെയല്ലല്ലോ. അലിഫ്ലാം മീം എന്നിട്ടാൽ അലമാന്നോ അലമ്മാന്നോ ഉരുമാന്നോ അങ്ങനെയൊക്കെയല്ലേ വായിക്കുക. പക്ഷെ ഇട്ടാൽ അങ്ങനെയാ വായിക്കേണ്ടത്. ആ ഇട്ടീനെ നമ്മൾ അലിഫ് ലാം മീം എന്ന് വായിക്കുന്നു. നൂൻ ഖാഫ് ഇതൊക്കെ തിലാവത്ത് നമ്മൾ നബി ഓതി കൊടുത്ത മാതിരി തന്നെ പഠിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആ നിലയിലുള്ള തിലാവത്തിന് ഒരു മുടക്കവും വന്നിട്ടില്ല. അതിവിടെ നടന്നു വരുന്നുണ്ട്. ആ തിലാവത്ത് നബിയിൽ നിന്ന് കേട്ട സ്വഹാബത്തിന്റെ കാലത്തും ഹിഫ്ദ് എന്നറിയുന്നത് അഭ്യാസമല്ല. ഹിഫ്ദ് പഠിച്ചവര് ഹിഫ്ദ് ഉള്ളവര് തന്നെ അവരുടെ കൂട്ടത്തിൽ കുറവാണ്. 4 ഖലീഫമാരുടെ കൂട്ടത്തിൽ അലിയാര്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ 2 മഹാന്മാരെയാണ് ഖുർആൻ മനഃപ്പാഠമാക്കിയവരായിട്ട് പറയുന്നത്. വഫാത്തിന്റെ മുമ്പായിട്ട് ചിലർ പഠിച്ചു എന്നൊക്കെ വേറെ ചിലരും കൂടി പറയുന്നുണ്ട് എന്നേ ഉള്ളൂ. വളരെ കുറവാണ് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഖുർആൻ മുഴുവനായി ഹിഫ്ദ് ചെയ്തിരുന്ന ആളുകൾ. അപ്പോ നബി അങ്ങനെ ഹിഫ്ദ് ശീലിപ്പിക്കുന്ന ഒരു ശീലമോ പഠിപ്പിക്കുന്ന ശീലമോ സ്വഹാബത്തിന് പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബത്തും അത് താബിഈങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല. അവരിൽ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമുള്ളവരുണ്ടായത് സ്വന്തമായിട്ട് മനഃപ്പാഠമായവരാണ്. അതാണെങ്കിൽ ഏറ്റവും വലിയ മഹാഭാഗ്യവുമാണ്. അള്ളാഹു നൽകുന്ന മഹത്തായ ഒരനുഗ്രഹവുമാണ്. ആ അനുഗ്രഹം കിട്ടിയവരായി ഇമാം ഷാഫിയെ പോലുള്ളവരൊക്കെ അതിനെ പ്രതി ചിലരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഈ ഹിഫ്ദിന്റെ കോഴ്സും അധ്യാപനവും. അത് നമ്മളെ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിന്റെ ഇൽമിയായ ആ മികവിന് കോട്ടം തട്ടു എന്ന് കരുതിയിട്ടാണ് ആരെങ്കിലും അത്തരം ഒരു ട്രെൻഡ് ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രമിച്ചു. അത്ര മാത്രമേ ആ വിഷയത്തിലുള്ളൂ.